കാർഷിക വാർത്തകൾ. പലിശ കുറഞ്ഞ വായ്പയും കുറഞ്ഞ നികുതിയും വേണമെന്ന് കർഷകർ. PM കിസാൻ തുക ഇരട്ടിയാക്കണമെന്നും ധനമന്ത്രിയുമായി ബജറ്റിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയിൽ കർഷകർ ആവശ്യപ്പെട്ടു. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ സമഗ്രമായ പ്രീ ബജറ്റ് കൺസൾട്ടേഷനിൽ കർഷക പ്രതിനിധികളും കാർഷിക പങ്കാളികളും പലിശ കുറഞ്ഞ ദീർഘകാല വായ്പ നൽകാനും കുറഞ്ഞ നികുതികൾ നടപ്പാക്കാനും PM കിസാൻ വരുമാന പിന്തുണ ഇരട്ടിയാക്കാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സാമ്പത്തിക ആശ്വാസം, വിപണി പരിഷ്കരണങ്ങൾ, തന്ത്രപരമായ നിക്ഷേപങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന ആവശ്യങ്ങളുള്ള കാർഷിക മേഖലയിലെ ഒന്നിലധികം വെല്ലുവിളികളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളുടെ വിശദമായ ചർച്ച 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ നടന്നു. കാർഷിക ഉൽപാദനക്ഷമതയും കർഷക ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഇടപെടലുകളുടെ ആവശ്യകത ഭാരത് കൃഷക് സമാജ് ചെയർമാൻ അജയ് വീർ ജാക്കർ ഊന്നി പറഞ്ഞു. കാർഷിക വായ്പകളുടെ പലിശ നിരക്ക് 1% കുറയ്ക്കുക, വാർഷിക PM കിസാൻ ഗഡു 6000 രൂപയിൽ നിന്ന് 12000 രൂപയായി ഉയർത്തുക എന്നിവയായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്ക് കീഴിൽ ചെറുകിട കർഷകർക്ക് സീറോ പ്രീമിയം വിള ഇൻഷുറൻസിനായി കർഷക സംഘടനകളും ശക്തിയായി വാദിച്ചു. കാർഷിക യന്ത്രങ്ങൾ, രാസവളങ്ങൾ, വിത്തുകൾ, മരുന്നുകൾ എന്നിവയിൽ GST ഇളവുകൾ വേണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗുജറാത്തിലെ 25% കർഷകർക്ക് ഫാർമർ ID. ഏറ്റവും കൂടുതൽ കർഷകർക്ക് ID വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനമായി ഗുജറാത്ത്. സർക്കാർ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതുവഴി ലഭ്യമാക്കും. കർഷക ID എന്നത് ആധാറിനെ അടിസ്ഥാനമാക്കിയുള്ള കർഷകരുടെ ഒരു തനതായ ഡിജിറ്റൽ ഐഡന്റിറ്റിയാണ്. കർഷകന്റെ ഭൂരേഖ വിശദാംശങ്ങളിലെ മാറ്റങ്ങളോടെ കർഷക ID സ്വയമേവ അപ്ഡേറ്റ് ചെയ്യപ്പെടും. 2024 സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ കീഴിൽ സംസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്ത കർഷകരുടെ 25% പേർക്കും കർഷക ID സൃഷ്ടിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറിയതായി സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ഗുജറാത്തിന് പുറമെ സംസ്ഥാനത്തെ മൊത്ത കർഷകരുടെ 9% പേർക്കും മധ്യപ്രദേശ് കർഷക ID സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര 2% IDകളാണ് ഇതേവരെ വിതരണം ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, അസം, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജസ്ഥാൻ എന്നിവയും ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കർഷക പരിവർത്തനത്തിനായി ഒരു ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് ഡിജിറ്റൽ ഐഡന്റിറ്റി ഒരു ഉപകരണമായി വർത്തിക്കുമെന്ന് കാർഷിക മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റാബി വിതയ്ക്കൽ സീസണിലെ ആവശ്യം നിറവേറ്റാൻ പഞ്ചാബിൽ മതിയായ യൂറിയ സ്റ്റോക്ക് ഉണ്ടെന്ന് NFL. രാസവള കമ്പനികളാണ് സംസ്ഥാനത്ത് സ്ഥിരമായി യൂറിയ വിതരണം ചെയ്യുന്നത്. നിലവിലെ റാബി വിതയ്ക്കൽ സീസണിലെ ആവശ്യം നിറവേറ്റാൻ പഞ്ചാബിൽ ആവശ്യത്തിന് യൂറിയ സ്റ്റോക്ക് ഉണ്ടെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള വളം സ്ഥാപനമായ NFL പറഞ്ഞു. റാബ് സീസണിൽ പഞ്ചാബിൽ രാസവള കമ്പനികളാണ് യൂറിയ വിതരണം ചെയ്യുന്നത്. പഞ്ചാബിൽ 60% യൂറിയ മാർക്ക്ഫെഡ് വഴിയും 40% സ്വകാര്യ ഡീലർമാർ വഴിയുമാണ് വളം കമ്പനികൾ വിതരണം ചെയ്യുന്നതെന്ന് കമ്പനി അറിയിച്ചു. റാബി സീസണിൽ സുസ്ഥിരമായ വിതരണത്തിന് ആവശ്യത്തിന് യൂറിയ രാജ്യത്തുള്ളതിനാൽ കിംവദന്തികളുടെ അടിസ്ഥാനത്തിൽ സ്റ്റോക്കുകൾ പൂഴ്ത്തരുതെന്ന് കർഷകരോട് നിർദ്ദേശിച്ചതായി NFL പറഞ്ഞു. രാജ്യത്തെ മുൻനിര വളം നിർമ്മാതാക്കളിലൊന്നാണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. യൂറിയ ഉൽപ്പാദനം 2014-15 പ്രതിവർഷം 225 ലക്ഷം ടണ്ണിൽ നിന്ന് 2023-24 314.07 ലക്ഷം ടണ്ണായി ഉയർന്നു. നിയമാനുസൃതമായി വിജ്ഞാപനം ചെയ്ത പരമാവധി ചില്ലറ വിലയ്ക്ക് യൂറിയ NFL കർഷകർക്ക് നൽകുന്നു. യൂറിയ MRPയും ഉൽപ്പാദന ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് നിർമ്മാതാക്കൾക്ക് നൽകുന്നത്. ഒരു ചാക്ക് യൂറിയ ഏകദേശം 250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലത്തിന്റെ അനധികൃത ലേലത്തിനെതിരെ മുന്നറിയിപ്പുമായി സ്പൈസസ് ബോർഡ്. ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ബോർഡ് അറിയിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും അനധികൃത ലേലം നടക്കുന്നുവെന്നും ആരോപണം. അംഗീകൃത ലൈസൻസില്ലാത്ത ആളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഏലം ലേലത്തിനെതിരെ മുന്നറിയിപ്പുമായി സ്പൈസസ് ബോർഡ്. ഇത്തരം ലേലങ്ങൾ അനധികൃതമാണെന്നും ലേലങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സ്പൈസസ് ബോർഡ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും അനധികൃത ഏലയ്ക്ക ലേലം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പൈസസ് ബോർഡിന്റെ നടപടി. ഏലം വ്യാപാരത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി 1987 ഏലം നിയമം, 1986 സ്പൈസസ് ബോർഡ് ആക്ട് എന്നിവ പ്രകാരം ലൈസൻസ് കരസ്ഥമാക്കിയവർക്ക് മാത്രമേ ലേല നടപടികൾക്ക് അനുവാദമുള്ളൂ. ലൈസൻസ് ഉള്ളവർക്ക് ഇടുക്കിയിലെ പുറ്റടി, തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂർ എന്നിവിടങ്ങളിലെ ലേലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ലേലത്തിലും പങ്കെടുക്കാം. സ്പൈസസ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലേലം നടത്താൻ ലൈസൻസ് കരസ്ഥമാക്കിയവരുടെ വിവരങ്ങളും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് റബ്ബർ അസോസിയേഷൻ.
സ്വാഭാവിക റബ്ബറിന് കുറഞ്ഞ ലെവിയാണ് നിലവിലുള്ളത്. ഓൾ ഇന്ത്യ റബ്ബർ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ വ്യവസായത്തിന്റെ വിപരീത ഡ്യൂട്ടി ഘടന മാറ്റണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഫിനിഷഡ് സാധനങ്ങളുടെ ഇറക്കുമതി തിരിവ് അസംസ്കൃത വസ്തുക്കളേക്കാൾ കുറവാണെന്ന് പ്രസിഡന്റ് സാക്ഷി സിംഗ് പറഞ്ഞു. നേരിട്ടിറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ചെലവ് കൂടുതലാണ് ആഭ്യന്തര റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. വിപരീത ഘടന റബ്ബർ വ്യവസായത്തിലെ ഫിനിഷഡ് സാധനങ്ങളെ ബാധിക്കുന്നു. സർക്കാരിന് ഇത് ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ തീരുവ പൂർത്തിയായ ഉൽപ്പന്നത്തിന് തുല്യമാണെന്ന് ഉറപ്പാക്കണം അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും നിരവധി ചെറുകിട കർഷകർ റബ്ബർ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ഇത്തരമൊരു വികസനം കാർഷിക മേഖലയ്ക്കും ഗുണകരമാകും. റബ്ബർ ഉൽപാദന കമ്പനികൾക്ക് ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതി അവതരിപ്പിക്കണമെന്ന് ARA കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.